സാങ്കേതിക വിദ്യ എന്ന ആശയം പുതിയ സാധ്യതകളിലേക്കാണ് ചുവട് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നാം ആസ്വദിക്കുന്ന എല്ലാ സൗകര്യങ്ങളും ആധുനിക ലോകത്തിന്റെ വികസനത്തിന് സാങ്കേതിക വിദ്യ സംഭാവന ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളും. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് പോലെയുള്ള നിരവധി ന്യൂ മീഡിയ ഉപയോഗിക്കാത്തവരായി ഇന്ന് പൊതുവെ ആരുമില്ല. ഇപ്പോൾ ഉപയോക്താക്കൾക്കിടയിൽ ഏറെ പ്രചാരമുള്ള സമൂഹ മാധ്യമമായ വാട്സപ്പ് പുതിയ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നിലവിൽ വാട്സപ്പ് ഉപയോഗിക്കുന്നതിനുള്ള പ്രായപരിധി 16-ൽ നിന്ന് 13-ലേക്ക് കുറച്ചിരിക്കുകയാണ് മെറ്റ. UK-യിലും യൂറോപ്യൻ യൂണിയനിലും മെറ്റയുടെ പുതിയ നയം വ്യാഴാഴ്ച മുതൽ നിലവിൽ വന്നു. എന്നാൽ ഈ പുതിയ മാറ്റത്തിനെതിരെ നിരവധി വിമർശനമാണ് ലോകമെങ്ങും ഉയരുന്നത്. വാട്സപ്പ് ഉപയോഗിക്കാനുള്ള വയസ്സ് 16-ൽ നിന്ന് 13-ലേക്ക് കുറയ്ക്കുന്നത് തെറ്റായ തീരുമാനമാണെന്നും ലാഭം മാത്രമാണ് വാട്സപ്പ് ലക്ഷ്യമിടുന്നതെന്നുമാണ് സ്മാർട്ട് ഫോൺ ഫ്രീ ചൈൽഡ്ഹുഡ് ഗ്രൂപ്പ് ആരോപിച്ചത്. കാരണം പ്രായപരിധി കുറയ്ക്കുന്നതോടെ ഒരുപാട് കുട്ടികൾ ഈ സമൂഹ മാധ്യമം ഉപയോഗിക്കുകയും അതിലൂടെ തെറ്റായ സന്ദേശം കുട്ടികൾക്ക് നൽകുമെന്നും കുട്ടികളുടെ സുരക്ഷയ്ക്കും മാനസികാരോഗ്യത്തിനും കാരണമാകുമെന്നാണ് മനഃശാസ്ത്രജ്ഞർ ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നത്. മെറ്റയുടെ ഈ സമീപനത്തെ ബദിരർ എന്ന രീതിയിലാണ് ആക്ഷേപം നേരിടുന്നത്. എന്നാൽ ഭൂരിപക്ഷം രാജ്യങ്ങളിലെയും പ്രായപരിധിക്ക് അനുസൃതമായാണ് ഈ പുതിയ മാറ്റം എന്നാണ് വാട്സപ്പിന്റെ മറുപടി. പ്രായപരിധി മറികടന്ന് കമ്മ്യൂണിക്കേഷന്റെ പുതിയ സാധ്യതകൾ പരീക്ഷിക്കാനൊരുങ്ങുന്ന മെറ്റയുടെ ഈ പുതിയ തീരുമാനം ന്യൂ മീഡിയ രംഗത്ത് പുതിയ വിപ്ലവം സൃഷ്ടിക്കുമോ അതോ വിമർശനങ്ങൾ ശരിവെക്കുന്ന പോലെ ബദിരർ ആയി തീരുമോ എന്ന് കണ്ടറിയുക തന്നെ വേണം.